നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം തമിഴ്നാട്ടിലെത്തി മടങ്ങിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ച നടക്കുകയാണ്. തമിഴ്നാട്ടിലെത്തിയപ്പോൾ മോദിയുടെ മുഖവും നെറ്റിയും കൈകളും അടക്കം മേക്കപ്പ് ഇട്ട് ഇരുണ്ടതാക്കിയെന്നും ദ്രാവിഡ സ്വത്വത്തോട് ചേർച്ച കാണിക്കാനാണ് ഇത്തരത്തിൽ ചെയ്തതെന്നുമാണ്. പക്ഷേ ഇത് തമിഴരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണം. ഡൽഹിയിൽ നിന്ന് തമിഴ്നാട്ടിലെത്തിയപ്പോൾ വസ്ത്രം മാത്രമല്ല, നിറം വരെ മാറ്റിക്കളഞ്ഞുവെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. കശ്മീരിൽ ചെല്ലുമ്പോഴുള്ള നിറമല്ല മോദിക്ക് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴുള്ള നിറത്തിന് നല്ല വ്യത്യാസമുണ്ടോ എന്നും നിലവിൽ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ നിറം മാറ്റമെന്നും കമന്റുകളുണ്ട്. മണ്ഡല പുനർനിർണയ ബില്ലിനെതിരെ കഴിഞ്ഞ ദിവസം പാർലമെന്റ് DMK MPമാർ കറുപ്പണിഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു. ദൃഷ്ടി തട്ടാതിരിക്കാൻ വെക്കുന്ന കറുത്ത പൊട്ടുപോലെയാണ് MPമാർ അന്ന് എന്ന് മോദി പരിഹസിച്ചിരുന്നു. കറുപ്പ് അസുരശക്തികളെ തുരത്തുന്ന കാളിയുടെ നിറമാണെന്ന് കനിമൊഴി തിരിച്ചടിച്ചിരുന്നു. മോദി മികച്ച നടനാണ് എന്ന് വീണ്ടും തെളിയിച്ചുവെന്നും മാർക്കറ്റിംഗ് ടീം കൊള്ളാമെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചിലർ കുറിച്ചിട്ടുണ്ട്. കമന്റുകളായും മീമുകളുമായും വീഡിയോകളുമായും ചർച്ച ചൂടുപിടിക്കുമ്പോൾ ക്രാഫ്റ്റിനോട് ഇത്രയും ഡെഡിക്കേഷനുള്ള നടന്മാർ അപൂർവമാണ് എന്ന ഒരാളും ഈ സൗത്തിലെത്തുമ്പോൾ മോദി കറുക്കും, നോർത്തിലെത്തുമ്പോൾ വെളുക്കും, രാവിലെ 8:30 ഡൽഹിയിലെത്തുമ്പോൾ വെളുത്ത് തുടിച്ചിരിക്കുന്ന മോദി മണിക്കൂറുകൾ കഴിഞ്ഞ് തമിഴ്നാട്ടിലെത്തുമ്പോൾ നോക്കൂ എന്നും ആളുകൾ രണ്ട് ചിത്രങ്ങളും പങ്കുവച്ച് ചോദിക്കുന്നുമുണ്ട്. പ്രദേശവാസികളുമായി താരതമ്യം പ്രാപിക്കാൻ ഡാർക്ക് ടോണുള്ള അല്ലെങ്കിൽ ഈ ബ്രോൾഡ് മേക്കപ്പ് പ്രധാനമായി ഉപയോഗിച്ചതാണെന്നാണ് ആളുകൾ പറയുന്നത്. മോദിയുടെ മേക്കപ്പ് പാർട്ടിക്കുള്ളിലും സജീവ ചർച്ചയായിട്ടുണ്ട്. തമിഴ് ജനതയെ അപഹരിക്കുകയാണ് അല്ലെങ്കിൽ അപഹസിക്കുകയാണ്, പരിഹസിക്കുകയാണ് ചെയ്തത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അതേസമയം നോക്കുകയാണെങ്കിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ മോദി ജാൽമുറി വിൽപ്പനക്കാരനെ സമീപിക്കുകയും അവിടെ നിന്നും തയ്യാറാക്കിയ ലഘുഭക്ഷണം കഴിക്കുകയും ചെയ്ത വാർത്തയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അതായത് ഈ ജാൽമുറി എന്ന് പറയുന്ന ഒരു തരം നമ്മുടെ ഈ ജിലേബി പോലെയും അതുപോലെ തന്നെ ഈ ലഡു പോലെയൊക്കെ തോന്നിക്കുന്ന ഒരു തരം ഒരു ലഘു പലഹാരമാണ് ഈ ജാൽമുറി എന്ന് പറയുന്നത്. അങ്ങനെ ഉടൻ തന്നെ മോദി വണ്ടി നിർത്തി, വാഹനം നിർത്തി കടയിൽ നിന്നും ജാൽമുറി വാങ്ങി കഴിക്കുകയും കുട്ടികൾക്ക് നൽകുകയും ഒക്കെ ചെയ്ത വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ജാൽമുറി നൽകി അദ്ദേഹം സമീപം തടിച്ചുകൂടിയ സ്ത്രീകളുമായി സംവദിക്കുകയും ചെയ്തു. ഈ ചെറിയ ഇടവേളയിൽ പ്രധാനമന്ത്രിയും ജാൽമുറി രുചിച്ചു നോക്കി. ബംഗാളിന്റെ പ്രിയപ്പെട്ട തെരുവ് ഭക്ഷണമായ ജാൽമുറി പൊരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ജാർഗ്രാമിൽ ജാൽമുറി വിൽക്കുന്ന ബീഹാറിലെ ഗയ ജില്ലക്കാരനായ വിക്രം സാഹിന്റേതായിരുന്നു ആ കട. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം പെട്ടെന്ന് നിർത്തിയത് കച്ചവടക്കാരനും കണ്ടുനിന്നവർക്കും മറക്കാനാവാത്ത നിമിഷമായി മാറി. ഗോത്രവർഗ മേഖലയായ ഈ ജാർഗ്രാമിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് ഗോത്രവിരുദ്ധ സ്ത്രീവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അനധികൃത ഭൂകയ്യേറ്റം ഉൾപ്പെടെയുള്ള പ്രാദേശിക പ്രശ്നങ്ങളെ സംസ്ഥാന സർക്കാർ അവഗണിച്ചതായി വിജയ് സങ്കൽപ് സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മോദി ആരോപിച്ചു. മേഖലയിലെ ഗോത്രവർഗക്കാരുടെയും സ്ത്രീകളുടെയും ശബ്ദം തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതായും അദ്ദേഹം അവകാശപ്പെട്ടു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വോട്ടർമാരോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. പശ്ചിമ ബംഗാളിൽ ഭരണമാറ്റം അനിവാര്യമാണ് എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി സംസ്ഥാനം നടത്തുന്ന 3ാമത്തെ സന്ദർശനം കൂടിയാണ് ഇത്.